2025 ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ്. അതാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റിന്റെ പ്രത്യേകത. 2025 ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് കേട്ടോ. US വില്യം പീറ്റേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിൽ ഒന്നാമതെത്തിയ പഴമാണ് നാരങ്ങ. ഏതാണ്? നാരങ്ങയാണ് US വില്യം പീറ്റേഴ്സൺ സർവകലാശാല നടത്തിയ ന്യൂട്രീഷൻ റാങ്കിൽ ഒന്നാമതെത്തിയ പഴം എന്നാ പറഞ്ഞത്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ആരാണ്? അത് ഷിബു സോറനാണ്. ആരാണ്? ഷിബു സോറനാണ് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള വ്യക്തി. 2025 ഓഗസ്റ്റ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമം ഒഴുകി പോകുക ചെയ്തിരുന്നു കേട്ടോ ഈ മിന്നൽ പ്രളയത്തിൽ. ഏതാണ് ആ ഗ്രാമം? അത് ഉത്തരകാശിക്ക് സമീപമുള്ള ധാരാലി എന്ന ഗ്രാമമാണ് കേട്ടോ. 2025 ഓഗസ്റ്റ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിക്ക് സമീപമുള്ള ധാരാലി എന്ന ഗ്രാമമാണ് മിന്നൽ പ്രളയത്തിൽ ഒഴുകിപ്പോയത് എന്നുള്ളത് കൂടി ഓർത്തു വെക്കണേ. 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? അത് ഗീതാഞ്ജലി ശ്രീ ആണ്. ആരാണ് ഗീതാഞ്ജലി ശ്രീ? 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയാണ് ഗീതാഞ്ജലി ശ്രീ. ഇനി ലണ്ടൻ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സാഹിത്യ സംഘടനയായ ഇംഗ്ലീഷ് പെൻ ആണ് പുരസ്കാരം നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണേ. 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് കൂടിയായിരുന്നു ഗീതാഞ്ജലി ശ്രീ. എന്നാണ് 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് കൂടിയാണ് ഗീതാഞ്ജലി ശ്രീ. ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? KR മീരയാണ് കേട്ടോ. നമുക്കറിയാം KR മീരയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ആരാചാർ എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ KR മീരയാണ് ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹമായത് എന്നാ പറഞ്ഞത്.